പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പൊ അമ്മയും തക്കും കൂടിയിട്ടാണ് ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇന്നത്തെ സാൻഡ്വിച്ചിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കളർഫുൾ ആയിട്ട് നമ്മുടെ ഫ്ലാഗിന്റെ മോഡലൊക്കെ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കത് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ ഈ സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കളറാണ് വേണ്ടത്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഓറഞ്ച് കളറാണ്. അപ്പൊ ഓറഞ്ച് കളറിന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിന് മുട്ട, സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീസും ഉണ്ട് കേട്ടോ വൈറ്റ് കളറിന്. പിന്നെ വേണ്ടത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിന് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ പുതിന, ഒരു പിടി പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കൊരിയാണ്ടർ ലീവ്സ്, മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ, ചെറിയ 2 കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. പച്ചമുളക് ഒരെണ്ണായാലും മതി കേട്ടോ, എരിവിനനുസരിച്ച്. കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറച്ച് മതി. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, നല്ല ജീരകം ഒരു ചെറിയ സ്പൂണ്. ഇത്രയും സാധനങ്ങളാണ് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമ്മുടെ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര. ഇപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു തുള്ളു പഞ്ചസാര. ഈ പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇടാം. ഇവിടെ പഞ്ചസാര മധുരം ഇഷ്ടമാണ് ചട്നിയിൽ, അപ്പൊ അതുകൊണ്ട് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. മധുരം ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര അധികം ഇടണ്ട. ഗ്രീൻ ചട്നി റെഡിയായി. ഇനി ഇതിലേക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഉപ്പ് നോക്കുക ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പൊ അടുത്തത് നമുക്ക് നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാം, നമ്മുടെ വൈറ്റ് കളറിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് ആദ്യം ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇടുകയാണ് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചാലും ഓയിൽ ഒഴിച്ചാലും ഒക്കെ മതി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാല് ഒഴിക്കിട്ട് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാനാണല്ലോ. സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കുമ്പോൾ നന്നായി തീ കുറച്ച് വെക്കുക. കാരണം പാലും മുട്ടയും കൂടി ആവുമ്പോൾ ഒന്നുകൂടി നല്ല ലൂസാവും, നല്ല സോഫ്റ്റും ആവും. അപ്പൊ പെട്ടെന്ന് അടി കരിയും. അതുകൊണ്ട് തന്നെ നന്നായി തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ, എന്നിട്ട് ഇത് നന്നായി അങ്ങോട്ട് ഇളക്കുക. കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത്രയും മതി, കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം സാൻഡ്വിച്ചിന്റെ ഉള്ളില്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ വൈറ്റ് കളർ റെഡിയായി. സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡ് ആട്ടോ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ബ്രെഡാ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. പക്ഷെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വീറ്റ് ബ്രെഡ് എടുത്താൽ മതി. അപ്പൊ അതിനുശേഷം ഞാൻ ഇച്ചിരി മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ചട്നി ഒഴിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്ലൈസ് വെക്കാം. അടുത്ത സ്ലൈസിൽ ഞാൻ കുറച്ച് സോസാണ് തേക്കുന്നത്. സോസ് വെച്ചു. അതിനുശേഷം മുട്ട, നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. ഇതിന്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ്. ഞാനിങ്ങനെ ഒരു സ്ലൈസിനെ തന്നെ ചെറിയ 2 കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ്. ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ക്യാരറ്റ്.
അതിന്റെ മുകളിലേക്കും 2 സ്ലൈസ് ചീസ്. കുറച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് വീണ്ടും അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് നന്നായി അമർത്തുക. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാൻഡ്വിച്ച് ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിൽ ഒരു തരി ബട്ടർ ഇടുക. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോ ഇത് വെച്ചു തീ കുറച്ച് വെക്കണേ. ഒരു തരി ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് ആ ചൂടടിന്ന് വരുമ്പോ ഇതൊന്ന് മെൽറ്റ് ആവും. അപ്പൊ ഇത് ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. നമ്മൾ പതുക്കെ വെച്ചിരുന്നു കേട്ടോ, പിടിച്ച്. അപ്പൊ സാൻഡ്വിച്ച് റെഡിയായി. ഇതൊന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ചൂടോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് കട്ട് ചെയ്തു. അപ്പൊ അത് ഇങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുക. ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്. അപ്പൊ നമ്മുടെ കളർഫുൾ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സാൻഡ്വിച്ച് ഈസ് റെഡി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.